ഹലോ ഗൈസ്, നമ്മളിന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ചിക്കന് അതും കുഞ്ഞ് പീസുകളായിട്ട് അരിയണേ, പിന്നെ കുറച്ച് പച്ചമുളക് അതും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ ചീസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, പിന്നെ സമൂസേൻ്റെ ഷീറ്റ് അത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റവ് ഓൺ ചെയ്യുക, പാൻ വെക്കുക, എന്തെങ്കിലും ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറും വരെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ അതും ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് 2-3 മിനിറ്റ്സ് ഇളക്കി കൊടുക്കാം. അതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവോള ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട, മുരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലക്കൂട്ടിടാം. പിന്നെ ഈ പലഹാരത്തിനൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചീസ് സമൂസയായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഇതൊരു 4 മണി പലഹാരമായി. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതിയേ, പിന്നെ ചിക്കൻ മസാല ഇത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ നമുക്കൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ ചിക്കനില്ലേ, മൂപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൊരിയിക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കുഞ്ഞായിട്ട് അരിഞ്ഞ ആ ചിക്കൻ എല്ലാം കൂടി അതിലിട്ട് കൊടുക്കണം. ഞാൻ ചെറുതാക്കിയാണ്, വളരെ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞാക്കി അരിയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ചിക്കൻ അടിയിൽ പിടിക്കും. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ വലിയ വലിയ പീസുകൾ നമുക്കൊന്ന് ഉടച്ച് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കാം. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് 2 സമൂസ ഷീറ്റ് എടുക്കാം. സമൂസ ഷീറ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ചീസ്, സ്ലൈഡ് ചീസ് വെച്ചിട്ട് മടക്കിയെടുക്കാം. ഓക്കെ, few moments later അത് നമ്മൾ ഇവിടെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണം. ഓക്കെ, എന്നിട്ട് സാലഡ് എന്നിട്ട് കുറച്ച് ബട്ടർ ഇവിടെ തേക്കണം. ബട്ടർ ഉണങ്ങിപ്പോലെ ഒന്നും പ്രശ്നമില്ല. ബട്ടർ ഇങ്ങനെ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ഇങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ സമൂസേൻ്റെ ഷേപ്പ്. എന്നിട്ട് നമുക്കിതിൽ ഫില്ല് ചെയ്യാണ്ട് ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ സമൂസ വരുന്നത്. എന്നിട്ട് അങ്ങനെയല്ല, അങ്ങനെ ഒരു വീഡിയോ എവിടെ കൊണ്ടുവച്ചേക്കണേ അല്ല എടി, ഇതെങ്ങനെ എടുത്തടി, ഇതിങ്ങനെ മടക്കിയിട്ട് സമൂസ നീ ക്യാമറ പിടിക്കുക, ഞാൻ ചെയ്തുതരാം. അങ്ങനെയല്ല, ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ ഇത് ഞാൻ ആക്കി തരാം. അങ്ങനെയല്ല, നല്ലൊരു ഷീറ്റ് എടുക്കുന്നത് എന്തോ ഇത്. ഓക്കെ, എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഫസ്റ്റ് നമ്മളിത് ഇങ്ങോട്ട് മടക്കണം. മടക്കിയിട്ട് ബട്ടർ വയ്ക്കുക. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ ഇതെന്താ, അല്ല ഞാനിതിനെ മൂടുന്നത് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയല്ല, ഇങ്ങനെ മടക്കണം. അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയൊന്നും അല്ലടാ, എടി അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ആക്കണം. ഇത് റോക്കറ്റ് ആണോ? 2 സമൂസ ഉണ്ടാക്കാമെന്നാ തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് 2 സമൂസ അതിങ്ങോട്ട് മാറി, ഞാൻ കാണിച്ചു തരാം. പോ, സാധനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ അത് കീറുകയും ചെയ്ത് ആദ്യം നമ്മൾ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ത്രികോണം ഇങ്ങനെ വരണം. ഓക്കെ, ഇത് കീറിപ്പോയി പുതിയ മാറ്റാം. ഇഷ്ടമാണ് ക്യാമറ ശരിക്കും വിളിക്കാൻ നല്ല രസമുള്ള ഡയഗ്രാം എടുക്കാൻ നമ്മൾ ഷീറ്റ് എടുക്കണം. കുറച്ച് ബാക്കിലോട്ട് ഷീറ്റ് എടുത്തേച്ച് മതിയോ? എന്നിട്ട് കൈ കുഴപ്പമില്ലല്ലോ, മടക്കണമേ. മടക്കി നമ്മൾ ബട്ടർ കൊടുത്തേക്കണം. കുറച്ച് സോറി ബട്ടർ കൊടുക്കണേ. മടക്കിയതിന് ശേഷം അവരിങ്ങനെയാണ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഒരു ഷേപ്പ് ആക്കണം. ഇങ്ങനെ ഒരു മടക്കി എല്ലാവരും ഇങ്ങനെ ഒരു മടക്കണം. ഇനി ഇതിങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ഇതെന്തിനാ
ഇതിങ്ങനെ മടക്കാൻ. അപ്പൊ പിന്നെ ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എടി അത് ഫില്ല് ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെ മടക്കും? എടി ഇങ്ങനെ വെച്ചിട്ട് ദേണ്ടറി ഇങ്ങനെ മടക്കണം. അപ്പൊ അതോ അത് കട്ട് ചെയ്ത് അല്ല ഞാൻ ഒന്നൊരു കാര്യം നോക്ക്. ഇങ്ങനെ വെക്കണം വെക്കണം ഇതിങ്ങനെ ഇതിനകത്ത് നമ്മൾ നിറയ്ക്കണം. നിറച്ചാലേ ഇതിൻ്റെ അകത്ത് നമ്മൾ നിറയ്ക്കണം. വേണ്ട നിറയ്ക്കേണ്ട ഫ്ലോപ്പ് ആവും. ഇത് ഇങ്ങനെയല്ല അവർ കാണിച്ചു തന്നത്. ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവില്ല. എൻ്റെ റെഡി ആയില്ല. എൻ്റെ ഇങ്ങനെ 2 ഷേപ്പായിട്ട് ആയി എന്നേ. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ 4 മണി പലഹാരം എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഞങ്ങൾ സമൂസ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷെ എത്രയായിട്ടും സമൂസൻ്റെ ആ ഷേപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ഷേപ്പിൽ സമൂസ ഉണ്ടാക്കി. അപ്പോൾ നമുക്കതിന് സമൂസ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പേര് കിട്ടാത്തതുകൊണ്ടാണ് ഒരു 4 മണി പലഹാരം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ചൂടായ ഓയിൽ നിറയാനാണ് കുഞ്ഞു പീസ് സമൂസേൻ്റെ ഷീറ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പരിപാടിയൊക്കെ സിമ്പിളാണ്. അതൊന്ന് മടക്കാൻ ഷേപ്പാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിന് ഞങ്ങളിതുവരെ പേരിട്ടിട്ടില്ല. എന്ത് പേരിടുമെന്ന് അറിയില്ല. സമൂസ എന്ന് എന്തായാലും ഇടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു പേരിട്ടോളൂ. 4 മണി പലഹാരം അത്ര മതി. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സാധനം എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.